കെ ശശീന്ദ്രൻ വനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. ഉണ്ട്. അതെ അതെ. കാരണം അതല്ല, നമ്മൾ ഇതുവരെ നടത്തിയ നടപടികളെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി 10 മണി വരെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നത്. അപ്പോൾ ഇനി നടക്കുന്നതും ആരെങ്കിലും രഹസ്യമായിട്ട് നടത്തണം. പോസ്റ്റ്മോർട്ടം നടത്തുമ്പം 2 സംസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ അതാത് സമയത്ത് ചർച്ച ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ 5 ഓഫീസർമാർ അവിടെ എത്തിയിട്ടുള്ളത്. അതെ അതെ. അല്ല, ഗവൺമെൻറ് വനം വകുപ്പിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ ആൻസൈറ്റിയും അവരുടെ ഒരു സമ്മർദ്ദമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ തീർക്കണമെന്നുള്ളൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭയാശങ്കകൾ മാത്രമാണ്. ആ ഭയാശങ്കകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമെന്ന താല്പര്യം മാത്രമാണ് വനംവകുപ്പിനുണ്ടായിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള സമ്മർദ്ദമൊന്നും ഉണ്ടായില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു രാവിലെ, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം ശ്രമിച്ചത് പരമ്പരാഗത രീതിയിലുള്ള ശ്രമങ്ങളിലൂടെ ഈ അന്ന് 3 ആനകളാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. 3 ആനകളെയും കാട്ടിലേക്ക് തിരിച്ചയക്കാനായിരുന്നു. ആ ശ്രമം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ. 2 ആനകൾ തിരിച്ചു പോവുകയും ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആന വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. രണ്ടാമത് എന്താ ചെയ്യാനുള്ളത്? കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധനയായിരുന്നു. ആ പരിശോധനയിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോഴേക്കും വാർത്താമാധ്യമങ്ങളും ജനങ്ങളും കൂടുതൽ ഉത്കണ്ഠാകുലരാകുകയും ഇതെന്ന് തീരും, 7 മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ജനങ്ങളിൽ അക്ഷമ, മാധ്യമപ്രവർത്തകരിലും അക്ഷമ എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആനേനെ ആദ്യം കണ്ടത് എവിടെയാണെന്ന് കുറച്ച് സ്ഥിരീകരിച്ച് പറഞ്ഞു. ഫസ്റ്റ് കണ്ടത് എവിടെയാണ്? അല്ല, ഫസ്റ്റ് കണ്ടത് വനമന്ത്രി കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുക.